നാരോ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ 2-3 ചേച്ചിമാരൊക്കെ നിൽക്കും. ഇവിടെ ചോദിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. പേരെന്തായിരുന്നു? പേരെന്താ? ഉറക്കെ പറയണം. ഷിഫ്ന. ഷിഫ്ന പോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോട്, ശ്രദ്ധിച്ചേ. പോകുമ്പോൾ ആ എയർ ഹോസ്റ്റസ് പറയും നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കുക. എവിടേക്ക് പോയി? ദുബായ് ആണോ? ദുബായി പോയിട്ടുള്ള ആൾക്കറിയാം ഈ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇത്ര ദൂരം ട്രാവൽ ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഇഷ്ടമായി ഇങ്ങനെ ഇരുന്ന് ആൾ ഇരിക്കുന്ന ഓക്കെ. അതായത് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഈ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആവശ്യമായി. എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ എയർ ഹോസ്റ്റസ് നമ്മളോട് പറയും ഈ ഫ്ലൈറ്റ് എടുക്കുവാണ്, ഈ ഫ്ലൈറ്റ് എടുക്കും, ഇത് ഇത്ര ദൂരം ട്രാവൽ ചെയ്യും, അങ്ങനെ പ്രിലിമിനറി ആയിട്ട് കുറേ കാര്യങ്ങൾ പറയും. അതിന് കൂടുതൽ പറയും സീറ്റ് ബെൽറ്റ് ഇടണം. എങ്ങാനും ലിസൺ ചെയ്തേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങാനും ഈ ഫ്ലൈറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻ കേസ് ഓഫ് എമർജൻസി, എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇടിച്ച് ഇറക്കും എന്ന് ഫ്ലൈറ്റിന് അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതായത് ഈ ഫ്ലൈറ്റ് തനിയെ ഇടിച്ച് ഇറക്കും. അങ്ങനെ സമയത്ത് 2, 3, 4 എമർജൻസി ഡോറും കൂടെ തുറക്കും. ആ ഡോർ തുറക്കുമ്പോൾ അതിൽ പുറത്തേക്ക് ചാടിക്കോളൂ എന്നവർ പറയും. അല്ലാണ്ട് കെട്ടിപ്പിടിച്ച് ചാടാം എന്ന് പറയാറില്ല. കേൾക്കുന്നുണ്ടോ? ഒരു 0 to 15 ഏജിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് തരുന്നുണ്ട്. ഈ വഴിക്ക് പോ എന്ന് പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും സെറ്റ് ചെയ്തിട്ട് 15 to 25 നിങ്ങളുടെ ഫ്ലൈറ്റ് റൺവേയിൽ കയറും. അതായത് റൺവേയിൽ കയറുമ്പോൾ ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ അവരുടെ കയ്യിൽ നിങ്ങളുടെ ഒരു കൺട്രോളും ഇല്ല. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കൺട്രോള്. അവർക്ക് അതിന് ഭയമൊന്നുമില്ല. അവരിങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, മൊബൈലിൽ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ധരിക്കേണ്ട തന്തവൈബുള്ള അച്ഛനമ്മയ്ക്കും നിങ്ങളങ്ങ് തെറ്റിപ്പോയാൽ, നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒടുക്കുന്നില്ല. അവർക്കറിയാം ഇത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് പേടാവും എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. അവർ ചുമ്മാ പറയണ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചേരുന്നു. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നതിനുള്ളൊരു പീരീഡാണ് 15 to 25. കേൾക്കുന്നുണ്ടോ? ഈ റൺവേയിൽ കയറുമ്പോൾ സൂക്ഷിച്ച് വൺവേയിൽ ഓടിക്കുക. കാരണം ഏതാനും വർഷങ്ങൾക്കപ്പുറം ഈ ഫ്ലൈറ്റ് സ്വന്തമായിട്ട് പറപ്പിക്കേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് 25 to 35 ടേക്ക് ഓഫ് പീരീഡ്. ടേക്ക് ഓഫ് പീരീഡ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു ടേക്ക് ഓഫ് പീരീഡ് ഉണ്ട്. 25 to 35 ആണ്. അതായത് സെൽഫായിട്ട് സ്വന്തം കാലിൽ സ്വന്തം വിങ്സിൽ പറക്കാൻ പറ്റുന്ന അറിവ് അല്ലെങ്കിൽ പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ ലൈഫ് ഹൊറിബിൾ ആവും. അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ ഈ സിറ്റുവേഷൻഷിപ്പൊക്കെ മനസ്സിലാവുള്ളൂ. അതായത് ലൈഫ് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പീരീഡാണ് ടേക്ക് ഓഫ് പീരീഡ് 25 to 35. അതായത് നിങ്ങളുടെ ലൈഫിനെ സ്വന്തമായിട്ട് മുകളിലേക്ക് ഉയർത്തണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരെ കുറച്ച് പേരൊക്കെ ഉണ്ട് തോന്നുന്നു. ഏറ്റവും കൂടുതൽ കല്യാണത്തിനുള്ള സജഷൻസ്, ഡിവേഴ്സുള്ള സജഷൻസ്, ഡിവേഴ്സ് വേണമെന്ന് പറയുന്ന സൊസൈറ്റിക്കകത്ത്, വേൾഡ് സൊസൈറ്റിക്കകത്ത് ഡിവേഴ്സ് വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ഗേൾസാണ്. എപ്പോഴും നിങ്ങൾ കരുതുക, പ്രത്യേകിച്ചും ഗേൾസ്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ കോളേജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നില്ലേ, അവിടെ സൈലൻ്റ് അല്ല. ഇത് ബെസ്റ്റ് എക്സാമ്പിളാണ്. ദ നെക്സ്റ്റ് ജനറേഷൻ ലീഡ് ചെയ്യാൻ വരുന്നത് ഗേൾസാണ്. ഒരു നല്ല ക്ലൈപ്പോട് സ്വന്തമായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സൈലൻ്റ് ആയി നോക്കിയാൽ, പറഞ്ഞപ്പോൾ സൈലൻ്റ് ആയി കണ്ടോ, ഇപ്പോൾ ടെൻഷനായി. അതായത് ശ്രദ്ധിക്കാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ലീഡർഷിപ്പ് എടുത്ത് വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധ വേണം. ഇരിപ്പിൽ നോക്കിയൊക്കെ ഇരിക്കണൊക്കെ വളരെ കാഷ്വലാണ്. ഇങ്ങനെ ഇരിക്കുക. ഇപ്പം പറയുമ്പോൾ ഡാ ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന ആളുകളുണ്ട്. പാമ്പിളർ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. കാരണം നോക്കിക്കേ, 25 to 35 നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ പേരൻസിന്, കേൾക്കുന്നുണ്ടോ, പേരൻസിന് വലിയ ബർഡൻ ഉണ്ടെന്ന് തോന്നരുത്. കാരണം ആ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് ഫെയിലിയർ ആവുന്നത്. ഇവിടെ ഞാൻ പറയാൻ കാരണം, എപ്പോഴും ലേണിംഗ്, നേരത്തെ പറഞ്ഞ ലേണിങ്ങിലേക്ക് ശ്രദ്ധിക്കണം. 0 to 15 ഏജ് ട്രെയിനിങ് ആണെങ്കിൽ 15 to 25 നിങ്ങളുടെ ലൈഫിൽ 25 ലേണിംഗ് പീരീഡ് ആയിരിക്കണം. സ്വയം ലേൺ ചെയ്യണം. എങ്കിലാണ് 25 to 30 നിങ്ങളുടെ ലൈഫ് നന്നായി ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. കേൾക്കുന്നുണ്ടോ? 25 to 35 നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് നന്നായിരിക്കണം, അല്ലേ? നല്ല ബന്ധങ്ങളുണ്ടായിരിക്കണം, വരുമാനം ഉണ്ടാകണം, വേണ്ടേ? അത്തരത്തിലേക്ക് വരുമാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിഷയം നിങ്ങളുടെ നോളേജിൽ എക്സ്ട്രാ നോളജ് ഉണ്ടായിരിക്കും. മുടി നോക്കി നിൽക്കണോക്കി ഫ്രണ്ടിലേക്ക് തന്നെ നോളേജിൽ എക്സ്ട്രാ ഉണ്ടാവണം. ഇവിടെ മുടി മാത്രമേ ഉള്ളൂ, തലയിലൊന്നും ഇല്ല.
കേൾക്കുന്നുണ്ടോ? അത് എതിരെ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കാര്യം ശ്രദ്ധിച്ചേ. 25 to 35 നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 35 to 45 പീരീഡിലാണ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റണം. അതെന്താന്ന് ഇവിടെ പറയാം. അതിൽ നിന്നാണ് ഇതിന് പോവാണ്. കേൾക്കുന്നുണ്ടോ? ഇതാ ഇവിടെ നോക്കിയോ, ലീഡ് ചെയ്യാൻ നമുക്ക് ജീവിക്കാനുള്ള പണമില്ല എന്നുള്ളതായിരിക്കും. ശരിയല്ലേ? പണം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലൈഫിൽ. ശരിയല്ലേ? പണം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കണം, നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞാൻ പറയുന്നില്ല, ഇനി അവിടെ നിന്ന് കുറേ പറയാനുണ്ട്. പക്ഷേ 35 to 45 പറഞ്ഞിട്ടില്ലേ? അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പേരെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞാലാണ് വരുമാനം കൂട്ടാൻ പറ്റുള്ളൂ. കൂടുതൽ പേരെ, ഏതെങ്കിലും കമ്പനിയുടെ കൂടുതൽ പേരെ ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ലീഡറാവണം, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാകണം. കൂടുതൽ പേരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരുമാനം കൂട്ടും. ഇത്തരത്തിലേക്കൊരു ചിന്ത വരാനാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അതിനുവേണ്ടി ഹയർ സ്റ്റഡീസാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാനിവിടെ പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാ വേണ്ടത് ഇതാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ ശ്രദ്ധിക്കണം? ഓക്കെ, ഇതാ കേട്ടോ. വെൽത്ത് എന്നുള്ള വലിയ കാശുണ്ട്. വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് ഒരു ആസ്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, വെൽത്ത് എന്ന് വെച്ചാൽ സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ ഒരു ആസ്ക് ഉണ്ടായിരിക്കണം. ആസ്ക് എന്ന് വെച്ചാൽ 3 അക്ഷരങ്ങളെയാണ് പറയുന്നത്. എ മീൻസ് എന്താണെന്ന് ഞാൻ പറയാം, എസ് സ്കില്ല്. അങ്ങനെ ആസ്ക് ഉണ്ട്. ആസ്കിന് എന്താണെന്ന് ഞാൻ പറയാനേക്കാൾ മുൻപ്, ആസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ആസ്ക് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആസ്ക് എന്താണെങ്കിൽ എ മീൻസ് ആറ്റിറ്റ്യൂഡ്. ഒരു ആസ്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ജോലി ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഓക്കെ, അതിനുശേഷം അതിന് കൂടെ വരേണ്ട മറ്റു സംഗതിയാണ് ഇതാ, അതിന് നോളജ് ഉണ്ടാവണം. കെ മീൻസ് നോളജ്, എസ് മീൻസ് സ്കിൽ. ഇതാ അതായത് ആസ്ക് എന്ന് പറയുന്നത് നോ ആസ്ക് നോ ഗെറ്റ്. അതായത് നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, നോളേജ് ഉണ്ടെങ്കിലാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ 3 കാര്യങ്ങൾ വേണം. അതിന് പ്രധാനമായിട്ടുള്ള 2 സാധനമാണ് നോളേജ് ആൻഡ് സ്കിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡേറ്റ, ഇൻഫോർമേഷൻ, നോളജ് ആൻഡ് വിസ്ഡം. ഈ സാധനത്തിന് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട 3 കാര്യങ്ങളാണ് പ്രണയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. റെഡി? ഇതിൽ 3 കാര്യങ്ങളെ നിങ്ങൾ പ്രണയിക്കണം. ദ ഫസ്റ്റ് തിങ്, ലവ് യുവർ സെൽഫ്. ഞാൻ അവിടെ കൈ പൊക്കിയതല്ല, തല മാന്താൻ വേണ്ടി പൊക്കിയതാണ്. ചിക്കൻ കറി വെക്കാൻ അറിയുന്നത് കൈ പൊക്കിയ അറിയാവോ? അറിയില്ല. ഓക്കെ കൈ പൊക്കിയില്ല. ഓക്കെ, ഇവിടെ നോക്കി, ഗേൾസ് ആരും കൈ പൊക്കിയില്ല, ബോയ്സ് മാത്രമേ പൊക്കിയുള്ളൂ. പേരെന്തായിരുന്നു? ഷിയോ. വീട്ടിൽ വെച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ട് കഴിച്ചിട്ടുണ്ടോ? വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, പേരെന്തായിരുന്നു? ഷിയോൺ. എവിടെ സീഡ്സ് ഉണ്ടായിരുന്നല്ലോ, കൊടുത്തോ? സീഡ്സ് കൊണ്ടുവന്ന് പോയോ? ഇവിടെ ഉണ്ടോ? ഓക്കെ, സീഡ്സ് കൊടുക്കേണ്ട ആളുകളുണ്ട്. സീഡ്സെങ്കിലും കൊടുക്കായിരുന്നു. ഇതാ ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇവിടെ വേറൊരു കുട്ടി നേരത്തെ ഇതാ ലൈഫിനകത്തുള്ള ഓബ്സ്റ്റക്കിൾ പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഇഷ്ടം എന്നാ എണീറ്റ് നിൽക്കൂ, അങ്ങനെ തിരിഞ്ഞുക്കൂ. ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. ഇത് വരുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാ പല്ലും പുറത്താ. ഓക്കെ, അപ്പം ബോയ്സ് മാത്രമാണ് അവിടെ ഒരാൾ പൊക്കിയത്. ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾസ് ആരും തന്നെ കൈപ്പൊക്കിയില്ല. ആർക്കെങ്കിലും ചിക്കൻ വെക്കാൻ അറിയോ? കൈപ്പൊക്കിയോ? സാറേ ഞാൻ തരം പൊക്കിയോ? ഇങ്ങോട്ട് നോക്കിയേ. സാറേ ഞാൻ പൊക്കിയില്ല സാറേ, എൻ്റെ ദൈവം തന്നൊന്നും പറയും. നോക്കി അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് പോയ ആള്. ഓക്കെ, ഇത് എന്താണെന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണെന്നറിയോ ഈ ചിക്കൻ വെക്കാത്തതിൻ്റെ രഹസ്യം ഞാൻ പറയാം. ചിക്കൻ വെക്കാത്തതിൻ്റെ രഹസ്യം ഇതാണ്. അതായത് വീട്ടിൽ അമ്മയാണ് ചിക്കൻ വെക്കുക, അല്ലേ? പേരെന്തായിരുന്നു? അസ്ന. അമ്മയാണ് വീട്ടിൽ ചിക്കൻ വെക്കുക. ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 തവണ ചിക്കൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേരെന്തായിരുന്നു? പേരില്ലേ? സ്വന്തമായിട്ട് പേര് പറഞ്ഞപ്പോൾ പേര് പൊത്തി പിടിച്ചേക്കാണ്. പേര് പറയാൻ പറ്റില്ല സാറേ, പൊട്ട പേരാ, ആരെടുത്തും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആ പേര് പറയും. രഹനയുടെ വീട്ടിൽ ചിക്കൻ വെക്കാറുണ്ടോ? രഹന നോക്കിയേ, വെക്കാറുണ്ട്? ചിക്കൻ വെക്കാറുണ്ടോ? ഞാൻ വെക്കാറില്ല. കഴിക്കാറുണ്ടോ രഹന? കഴിക്കാറുണ്ട്. ഓക്കെ, രഹനയുടെ വീട്ടിൽ ചിക്കൻ വെക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറയട്ടെ. റീസൺ ഇതാണ്. വീട്ടിൽ ആഴ്ചയിൽ 1 തവണ ചിക്കൻ മേടിക്കും. അപ്പോൾ രഹന വെച്ച് കുളമാക്കണ്ട, അത് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് രഹനയുടെ അമ്മ ചിക്കൻ കേട് വരാതിരിക്കാൻ അമ്മ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് കണ്ടുപിടിച്ചു എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ അതായത് രഹന ചിക്കൻ എടുത്ത് കേടാക്കും. അപ്പോൾ ചിക്കൻ കേടാക്കാതിരിക്കാൻ രഹന വെക്കുമ്പോൾ രഹന എന്താ കംഫർട്ടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കേൾക്കണ്ടോ?
എന്നിട്ട് ഈ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് വീട്ടിൽ കെട്ടിക്കൊണ്ടുപോകും രഹനെ വീട്ടിൽ കൊണ്ടിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൊ പറയും മോള് ചിക്കൻ വെക്കില്ലേ, പിന്നെ ഞാൻ ചിക്കൻ വെക്കും എന്ന് പറയും. അപ്പൊ എന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് രഹന ചിക്കൻ വെക്കും. എന്നിട്ട് ഇത് ആർക്ക് തിന്നാൻ കൊടുക്കുന്ന അറിയോ? അവന് തന്നെ തിന്നാൻ കൊടുക്കും. അപ്പൊ അവൻ ഓ എന്ത് രസാണ് എന്ന് പറയും. എന്താ കാര്യം അറിയോ? എന്താ രസം പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞുള്ളൂ. അവർ എന്ത് രസം, രഹന നീ വെക്കുമ്പോൾ സ്വീറ്റ്, ഡാർലിംഗ്, എക്സലന്റ്, മർമാസ്റ്റിക്, ഫലാസ്റ്റിക്, എലാസ്റ്റിക് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ ആദ്യത്തെ അടി കിട്ടുന്നത് അന്ന് നീ എന്നാ ചിക്കൻ തീറ്റിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും. രഹന മിടുക്കിയാണ് എങ്കിൽ ഇപ്പൊ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ ഇപ്പൊ 250 ചിക്കൻ എടുത്ത് സെൽഫായിട്ട് വെച്ച് പഠിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം അവിടെ ചെന്നിട്ട് നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. കേൾക്കണ്ടോ? അതിനു മുൻപ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒരു ചിക്കൻ വെച്ച് പഠിക്കുക. ആ പഠിക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ബികോമിലൂടെ ഒക്കെ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ പഠിക്കുന്നതെല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാനുള്ളതാണ്. ആ ചിന്തയോടുകൂടെ ഇത് എവിടെയെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉണ്ട് എന്ന് വെച്ച് പഠിക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? അതിനെ ഒന്ന് ഇവിടെ നിന്ന് പരീക്ഷിക്കുക. എന്നിട്ട് അതിൽ ഒരു എക്സലൻസ് ഉണ്ടാവുക, ഒരു നമ്പർ 1 ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ